ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഇറങ്ങിയത്. ബ്രേക്ക്ഫാസ്റ്റാണ് ഫസ്റ്റ് കഴിച്ചത്. നിർത്തിയെന്തേ ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് മിക്കവാറും ഉച്ചക്കാലത്തെ ലഞ്ച് കൂടി കഴിച്ചിട്ട് ലഞ്ച് റൈഡ് ആക്കി മാറ്റേണ്ടി വരും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ റൈഡ് പോയിട്ട് കുറേ നാളായി. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക വീക്കെൻഡിൽ റൈഡ് പോകാമായിരുന്നു. ഇപ്പോൾ വീക്കെൻഡ് പോയിട്ട് മാസത്തിലും അല്ല 2-3 മാസം കൂടുമ്പോഴേക്കായിരിക്കും ഇപ്പോൾ റൈഡ് പോണത്. അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ വണ്ടിയില്ല, ഫ്രണ്ടിൻ്റെ വണ്ടിയിലാണ് കയറണത്. എനിക്ക് കീഴിലും വരെ എന്തായാലും അവിടെ എത്തണം. അപ്പോൾ എത്താൻ വേണ്ടിയിട്ട് ഞാൻ രാഹുലിൻ്റെ ടെണ്ണാറിലാണ് കയറിയിരിക്കണത്. ഇതിനകത്ത് ഇരിക്കാന്ന് വെച്ചാൽ അത്ര വലിയ കംഫർട്ടൊന്നുമില്ല, പിന്നെ വേറെ നിവൃത്തിയില്ലാത്ത കാരണം അത് കയറി. അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, 3 പേരുണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ അവരെത്തിയിട്ട് കുറേ നേരമായി. ബാക്കി എല്ലാവരെയും പോസ്റ്റ് ആക്കണ്ട എന്ന് വിചാരിച്ച് ഞങ്ങളും മെല്ലെ ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ മൂവാറ്റുപുഴ നിർത്തിയത്. എല്ലാവരും വന്നു. ഇന്ന് ഓൾമോസ്റ്റ് ഇപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 വണ്ടിയുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ചായ കുടിച്ചു ഓൾറെഡി. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഇറങ്ങിയത്. ബ്രേക്ക്ഫാസ്റ്റാണ് ഫസ്റ്റ് കഴിച്ചത്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് മൂവാറ്റുപുഴ നിന്ന് ഇറങ്ങാണ്. നോൺ സ്റ്റോപ്പ് ആയിരിക്കണം. നേരെ ഇലവിഴ പൂഞ്ചിറ. അപ്പോൾ ഞങ്ങളങ്ങനെ തൊടുപുഴ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അത്യാവശ്യം കുറച്ചുകൂടി ദൂരമുണ്ട്. കുറച്ചുകൂടി അല്ല, നല്ല ദൂരമുണ്ട്. ഏതുവണ്ടി? ബാഗ് തട്ടും അതില്ല, അവിടെ പോയിട്ട് മാറി നിൽക്കാമല്ല. കുഴപ്പമില്ല. അറിയില്ല. എൻ്റെ നിർത്തിയെന്തേ അതേ പോണ് പോവാം. കൂടെയുള്ള കുറച്ചൊരു പെട്രോൾ അടിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് N95 ഇല്ല എന്നാണ് തോന്നണത്. അതുകൊണ്ട് കുറച്ചൊരു ബാക്കോട്ട് തിരിച്ചു പോയിട്ടുണ്ട് വേറെ പമ്പിൽ നിന്ന് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിർത്തിയ സ്ഥിതിക്ക് എല്ലാം കൊണ്ട് ഒന്നിച്ച് വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാനാണ് പ്ലാൻ. എന്തായാലും പച്ചൊരു ലൈറ്റിങ്ങും അത്യാവശ്യം വണ്ടിയൊക്കെ വയ്ക്കാൻ പറ്റിയൊരു പമ്പും കിട്ടിയാൽ നേരെ കയറ്റി. അവിടെ വഴി നോക്കിയാ. അപ്പോൾ വഴി അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ ആയ കാരണം വണ്ടി നിർത്തി ചോദിക്കുകയാണ്. മാപ്പ് ഇടാനായിട്ട് ആരെങ്കിലും മൊബൈൽ ഹോൾഡറും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും കടയിൽ കയറി വഴി ചോദിക്കാമെന്ന് വിചാരിച്ച്. ഒട്ടുമിക്ക എല്ലാ വണ്ടിയിലും എക്സോസ്റ്റ് ഉള്ള കാരണം പോണ വഴി നല്ല അടിപൊളിയാണ്. എല്ലാ ആൾക്കാരും നോക്കുന്നുണ്ട്. ഈവൻ പതുക്കെ പോയാൽ പോലും നാട്ടുകാർ റോഡിലേക്ക് ഇറങ്ങുന്നുണ്ട്, കൈയൊക്കെ പൊക്കി കാണിക്കണ്ടായി. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വാഗമൺ നമ്മുടെ ബോർഡുണ്ട്. ഇതിപ്പോൾ വാഗമൺ റൂട്ടാണോ എന്നറിയില്ല, നമുക്ക് ചോദിക്കുന്നുണ്ട്. ആ റൂട്ടാ? ഓക്കേ. അപ്പോൾ നമുക്ക് വാഗമണിലേക്ക് പോണ റൂട്ടാണ്. എന്തായാലും റൈറ്റ് എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇലവിഴ പൂഞ്ചിറയ്ക്ക് പോകുന്ന വഴിയിലെ ഫസ്റ്റ് നല്ല റോഡാണ്. ഇത്ര നേരം കട്ടറിഞ്ഞ നല്ല അലമ്പ റോഡായിരുന്നു. നല്ല റോഡ് കണ്ടപ്പോൾ തന്നെ സൈഡ് ചോട്ടി ഫോട്ടോ എടുക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരത്തേക്ക് ഈ റോഡ് ഫുള്ള് അങ്ങോട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ വൻ സീനായി പോകും. ഒന്നാമത് ബൈക്ക് ഇങ്ങനത്തെ ഓഫ് റോഡുകളിൽ മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ പോകാൻ പറ്റില്ല. ആകെ പറ്റിയതാണെങ്കിൽ ഡ്രൈവർ ടൈഗറാണ്, അത് ബാക്കിലുണ്ട്. പുള്ളിക്ക് കുറച്ച് എളുപ്പമായിരിക്കും, പക്ഷേ ബാക്കി എല്ലാവരെയും സംബന്ധിച്ച് കുറച്ച് പാടായിരിക്കണം. എന്തായാലും ഇപ്പോൾ ഈ ഒരു ടൈമായ കാരണം വെയിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ നൈസായിട്ട്. ഫോട്ടോക്കാരാ അങ്ങടേക്ക് ഇരുന്നാൽ ഒന്നും കാണാൻ പറ്റില്ല, തിരിഞ്ഞിക്ക്. അങ്ങനെ അറ്റ്ലാസ്റ്റ് ഞങ്ങൾ ഇലവിഴ പൂഞ്ചിറ എത്തിയിട്ടുണ്ട്. മെയിൻ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻസ് ഒന്നും അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് വണ്ടി ഇങ്ങനെ വച്ചിട്ട് പോകാൻ പറ്റില്ല. അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് വണ്ടിക്ക് പണി കയറിൽ പറ്റും. പിന്നെ ഓരോ ചെറിയ പാർട്സിന് പോലും ഭയങ്കര വിലയാണ്. അപ്പോൾ നമ്മൾ വണ്ടി വെച്ച് കഴിഞ്ഞാൽ വണ്ടി അടുത്ത് തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് മല കയറി പോകുമ്പോഴാണ് ഇലവിഴ പൂഞ്ചിറ. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല വെയിലുണ്ട്. ക്ലൈമറ്റ് ഈ പറഞ്ഞ പോലെ കുറച്ച് കോട ഒക്കെ വന്നാലായിരിക്കും കാണാൻ കുറച്ച് ഭംഗി. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് നേരെ ഹില്ലിക്കേക്കലിൽ പോകാൻ ചെറിയൊരു പ്ലാനുണ്ട്. കാരണം അവിടുത്തെ ഒരു പുതിയ റോഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാനായിട്ട് ഇവിടെ നേരെ ഇറങ്ങിയിട്ട് ഇനി അങ്ങടേക്കായിരിക്കും പോവുക.
അപ്പോൾ നമ്മുടെ എന്ന് വെച്ചാൽ കുറേ വണ്ടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്ന് 650 10R ഡേറ്റോണ ഉണ്ട്, C900 ഉണ്ട്, പിന്നെ എസ്തോസിൻ്റെ. പിന്നെ എന്തായാലും വന്നാലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്യാമറ എടുത്തിട്ടുണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട്. പക്ഷേ ഇവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഭയങ്കര വെയിലും പിന്നെ ഒരു കോർണർ പോലത്തെ വളവായ കാരണം വണ്ടികളൊന്നും മരയ്ക്ക് വെക്കാൻ കൂടി പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അവിടേക്ക് പോയിട്ട് വല്ല നല്ല റോഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് വരുമോ? അവിടെ പോയിക്കേ. അങ്ങനെ ഞങ്ങളുടെ എലിവേറ്റർ പുഞ്ചിറ റൈഡ് വന്ന് പോയി വാഗമൺ വരെ എത്തി. വാഗമൺ ഞങ്ങൾ ഇനിയിപ്പോൾ ഏതാണ്ട് 11 മണിയും കണ്ടായി. ഇനി 2-3 പേര് ബാക്കിലാണ്, വരാനുണ്ട്. കാരണം ഫുള്ള് കോർണറും കാര്യങ്ങളും പിന്നെ ഈ വലിയ ബസ്സൊക്കെ ഉള്ള കാരണം ഓട്ടോയ്ക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറേ പേര് അങ്ങോട്ട് റൈറ്റ് എടുത്ത് പോയി. അറിയില്ല അവിടെ അത് ഒരു 2-3 പേര് ഇനി കുറച്ചിട്ട് വരാനുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുക. കാരണം അവർ ആ വഴി പോയിക്കഴിഞ്ഞാൽ ആ വഴി എത്തി പോകും. നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത് ഇവിടുന്ന്. എന്തായാലും ഇനി അവർ വന്നിട്ട് വേണം അടുത്ത സ്പോട്ടിലേക്ക് പോകാനായിട്ട്. എന്തായാലും ഇനി ക്ലൈമറ്റൊന്നും വലിയ സുഖമില്ലാത്ത കാരണം അത്ര അടിപൊളിയൊന്നുമില്ല, ഭയങ്കര വെയിലാണ്. ഇവിടുന്ന് നേരെ നമുക്ക് കൊച്ചിക്ക് പോകാനുള്ള റൂട്ടിലേക്ക് എന്താ പോകാം. പോകുന്ന വഴി വല്ല സ്പോട്ട് ഉണ്ടെങ്കിൽ നിർത്തുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് മിക്കവാറും ഉച്ചക്കാലത്തെ ലഞ്ച് കൂടി കഴിച്ചിട്ട് ലഞ്ച് റൈഡാക്കി മാറ്റേണ്ടി വരും. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇന്ന് നാട്ടിലേക്ക് പോകണമെങ്കിൽ 2.25 മണിക്കൂർ തിരിച്ച് വണ്ടി ഓടിക്കണം. ഏതാണ്ട് 100 കിലോമീറ്റർ ഉണ്ട് റിട്ടേൺ പോകാനായിട്ട്. അതിപ്പോൾ ലാസ്റ്റ് കയറുന്നതിൻ്റെ ഉള്ളിലാണ്, പുള്ളി ഗ്യാങ്ങോട്ടൊന്ന് നിർത്തിയായിരിക്കും. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റൈഡായിട്ട് വന്നത് ഇപ്പോൾ ലഞ്ച് റൈഡ് കഴിഞ്ഞ് ലഞ്ച് കഴിച്ചു. ഇനിയിപ്പോൾ ഏത് വഴി പോകണം എന്നൊരു ഡൗട്ടിലാണ് എല്ലാവരും നിൽക്കണത്. അവിടെ കുറച്ചുണ്ട് പെട്രോൾ ഷോക്കാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടേക്ക് വാഗമൺ വരും എന്നുള്ള പ്ലാൻ ഉണ്ടായില്ലല്ലോ. അപ്പോൾ പെട്രോൾ കുറച്ചുണ്ട് ഇത് കുറവാണ്. ഇനിയിപ്പോൾ പെട്രോൾ പമ്പ് ഉള്ള വഴി കൂടെ പോകണോ അതോ ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പുള്ളിക്കാനം വഴിയൊക്കെ കയറി പോകാം. പക്ഷേ അത് ഈ വണ്ടി കൊണ്ട് പോകലൊക്കെ കുറച്ച് പാടായിരിക്കും, നല്ല ചെറിയ വഴിയാണ്. പിന്നെ കുറച്ച് ഗട്ടറൊക്കെ ഉള്ള വഴിയായ കാരണം കുറച്ച് ടാസ്ക്കാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. ചിലപ്പോൾ റൂട്ട് മാറ്റിയിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് പാല പിടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റോഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും മിക്കവാറും ആ വഴിയായിരിക്കണം പോണത്. പക്ഷെ അത് കുറച്ച് കറക്കമാണ് എന്തായാലും. പിന്നെ മാർച്ച് മാസം ആയ കാരണം നല്ല വെയിലാണ്, തണുപ്പെന്ന് പറഞ്ഞ സാധനം ഭയങ്കര കുറവാണ്. ഇടയ്ക്ക് കുറച്ച് കാറ്റ് പറഞ്ഞല്ലാണ്ട് ഇപ്പോൾ ഫുള്ള് ഞാനങ്ങ് ഫുഡിട്ട് വീണു. ഇവരൊക്കെ ഫുള്ള് ജാക്കറ്റായിരുന്നു, ഉള്ളിലൊക്കെ നല്ല രീതിയിൽ വേർത്താണ് ഇരിക്കണേ. അപ്പോൾ അങ്ങനെ നേരെ ഫുഡ് കഴിച്ച് നമ്മൾ വാഗമണ്ണിൽ നിന്ന് റിട്ടേൺ വീട്ടിലേക്ക് ഇറങ്ങാണ്. ഏതാ വഴിയെന്നറിയോ? അങ്ങനെ ഞങ്ങൾ കറങ്ങി ഇപ്പോൾ അതേ കുട്ടിക്കാനം എത്തിയിട്ടുണ്ട്. നമ്മുടെ റെഡ് കൊണ്ട് കണ്ടപ്പോൾ ആരാധകരുടെ ശല്യം, പക്ഷെ എന്താ ചെയ്യുക. പുള്ളി പറയാ തൊട്ടടുത്ത് പരുന്തുംപാറുണ്ട്, പൈൻ ഫോറസ്റ്റ് ഉണ്ട്, അല്ല AC കാത്താന്നൊക്കെ. അവിടെ ജീപ്പിലെ പുള്ളി AC കാത്താണ്. നിങ്ങൾ ഇവിടെ വരെ അത് കാണണമാണോ? AC ആ ഇതേ MG എന്ന് പറയണ്ടായി. എന്തേ ആ ഞാനും വിചാരിച്ച് ഓട്ടെ. അപ്പോൾ ഇന്നത്തെ റൈഡിൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. ഓരോരുത്തരൊക്കെ ഓരോ വഴിക്ക് പോയി തുടങ്ങി. ഇപ്പോൾ എന്തായാലും പറഞ്ഞ വഴി എല്ലാവരും പെട്രോൾ കുറവായ കാരണം നേരെ ഇവിടെ പമ്പിൽ കയറി പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുക. കുറച്ചൊരു മുമ്പിലേക്ക് കയറി പോയിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇവിടുന്ന് ഡയറക്റ്റ് വീട്ടിലേക്ക് പോകാൻ ചാൻസ് ഉള്ളൂ, കാരണം നല്ല വെയിലാണ്. ക്ലൈമറ്റ് ഒരു സുഖമില്ലാത്ത കാരണം എല്ലാവർക്കും എങ്ങനെയും വെയിലെത്തിയാൽ മതി എന്നുള്ള സ്കീമായി. കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു ലോങ് റൈഡ് ഇപ്പോൾ എല്ലാവരും ഇറങ്ങണത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇവരുടെ കൂടെ പോയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ റൈഡിങ് എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് തന്നെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് കിട്ടാറുള്ളത്. കാരണം നമ്മൾ നാട്ടുകാരിൽ നിന്നുള്ള നല്ല റെസ്പോൺസും സൂപ്പർ ബൈക്ക് ആയിരുന്നു. ആ സൗണ്ടും കേട്ടുള്ള ആ ഒരു റൈഡ് എക്സ്പീരിയൻസ് വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ നമുക്കെന്തായാലും കുറച്ചേരം കൂടി ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് നേരെ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ ആൻഡ് ഇൻ ദിസ് വീഡിയോ.